കുഞ്ഞാലിക്കുട്ടിക്ക് പിണറായി വിജയന്റെ മറുപടി. ബി.ജെ.പിയുടെയും സംഘപരിവാറിന്റെയും വർഗീയതയെ നേരിടാൻ കോൺഗ്രസിനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം CPIM-നില്ലെന്ന് പിണറായി വിജയൻ. കോൺഗ്രസിന്റെ വർഗീയ മനോഭാവത്തോട് ലീഗിന് നിസ്സംഗ സമീപനമാണെന്നും പിണറായി. അതേസമയം ബാബു അഴിമതി നടത്തിയത് ബാബുവിന് വേണ്ടി മാത്രമല്ല, ബാർകോഴ കേസിൽ വിജിലൻസ് ചുമതലയുള്ള രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. നവകേരള മാർച്ചിന്റെ മലപ്പുറം പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാബുവിനെതിരായ കോടതി പരാമർശങ്ങൾ ഉമ്മൻചാണ്ടിക്കും ബാധകമാണെന്ന് പിണറായി പറഞ്ഞു. ബാബു അഴിമതി കാണിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് കൂടി വേണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഉടൻ സ്ഥാനമൊഴിയണം. തുടക്കം മുതൽ വിജിലൻസ് കേസ് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി തുടരാനുള്ള അർഹത രമേശ് ചെന്നിത്തലയ്ക്ക് നഷ്ടപ്പെട്ടു. ബാബുവിൻ്റെ രാജി കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയുണ്ട്. വിജിലൻസിനെതിരെ ശക്തമായ പരാമർശങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടിരിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നവകേരള മാർച്ചിനെതിരെയുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ലേഖനം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് പിണറായി പറഞ്ഞു. ലീഗ് അണികളുടെ എതിർപ്പ് മറികടക്കാൻ മാർക്സിസ്റ്റ് വിരോധത്തിന്റെ പഴയ അജണ്ട ലീഗ് പുറത്തെടുക്കുകയാണെന്നും പിണറായി ആരോപിച്ചു. വെള്ളാപ്പള്ളി നടേശൻ RSSുമായി കൂട്ടുകൂടിയ ഘട്ടം, RSSൻ്റെ അജണ്ട അനുസരിച്ച് പ്രവർത്തിച്ച ഘട്ടം, RSSനെ ശക്തിപ്പെടുത്തലായിരുന്നല്ലോ അവരുടെ ശ്രമം. നമ്മുടെ സമൂഹത്തിന് മുന്നിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അവതരിപ്പിക്കണ്ടേ? ഉമ്മൻചാണ്ടി ശബ്ദിച്ചോ? ലീഗിൻ്റെ നാക്കനങ്ങിയോ? ഈ ഘട്ടത്തിലെല്ലാം ഞങ്ങളുടെ നാക്ക് അനങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞങ്ങളൊരു ഘട്ടത്തിലും നിശബ്ദത പാലിച്ചിട്ടില്ല. ഞങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ 4 വോട്ടിനെക്കുറിച്ചല്ല ചിന്തിക്കാറ്. ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറത്തു നിന്നും സാലി മുഹമ്മദ്. കോഴ വാങ്ങിയ കെ ബാബു മറ്റുള്ളവരെ ചെളിവാരി എറിയുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. 10 കോടി വാങ്ങിയതിനെക്കുറിച്ച് ബാബു മിണ്ടാത്തത് എന്താണെന്നും കോടിയേരി ചോദിച്ചു. അതിപ്പോൾ ബാബു ഇപ്പോൾ കേസിൽപ്പെട്ടതോടുകൂടി എല്ലാവരുടെ മേത്തും ചളിവാരി എറിയാന്നുള്ളതാണ് ബാബു ഇന്നലെ മുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു പരിപാടി. എല്ലാവരും അദ്ദേഹത്തെ പോലെയാണെന്ന് സ്ഥാപിക്കാനാണ് ബാബു ഇപ്പോൾ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഇപ്പോൾ ഒരു കേസിലും പ്രതിയല്ല. ലാവ്ലിൻ കേസിൽ CBI തെറ്റായിട്ട് ഉൾപ്പെടുത്തിയ പിണറായി വിജയനെ ആ കേസ് FIR പോലും നിലനിൽക്കുന്നതല്ല. ബാബു സ്വയം അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ അഴിമതി അത് മറച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്നൊരു വെപ്രാള പ്രകടനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഏർപ്പെട്ടിട്ടുള്ളത്. കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ആ കള്ളന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരും ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാം കള്ളന്മാരാണെന്ന് സ്ഥാപിക്കാൻ നടക്കുന്ന ഒരു പ്രചരണ തന്ത്രവുമുണ്ട്. ടൈറ്റാനിയം കേസിൽ ഉമ്മൻചാണ്ടിയെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് VS കത്തയച്ചു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും വിജിലൻസ് നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്നും VS അറിയിച്ചു. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് 10ാം ദിവസമായി ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ആദ്യ കേന്ദ്രമായ താനൂരിൽ ഉജ്ജ്വല സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഏത് സ്വീകരണ കേന്ദ്രത്തിലാണ് നിലവിൽ ജാഥയുള്ളത്? അരുൺ, 2ാം ദിവസം മലപ്പുറം ജില്ലയിൽ പര്യടനം പൂർത്തിയാകാൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. തവനൂർ മണ്ഡലത്തിന്റെ ഭാഗമായ എടപ്പാടിൽ അല്പസമയത്തിനകം ജാഥാനായകൻ പിണറായി വിജയൻ എത്തിച്ചേരും. മറ്റ് ജാഥാംഗങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പിണറായിയെ വരവേൽക്കാൻ വലിയ ജനസഞ്ചയം തന്നെ എത്തിയിട്ടുണ്ടെന്ന് പറയാം. സമാനമായ കാഴ്ചകളായിരുന്നു ഇന്ന് പകൽ മുഴുവൻ മലപ്പുറം ജില്ലയിൽ കണ്ടത്. 2ാം ദിവസത്തെ പര്യടനത്തിൽ ആദ്യ സ്വീകരണ കേന്ദ്രം താനൂരായിരുന്നു. കത്തിക്കാളിയ വെയിലിനെ വകവെക്കാതെ എത്തിയ ആയിരങ്ങൾ താനൂരിൽ അക്ഷരാർത്ഥത്തിൽ ചെങ്കടൽ തീർത്തു എന്ന് പറയാം. സമ്മേളന വേദിക്ക് ഏതാനും വാര അകലെ മണ്ഡലം ഭാരവാഹികൾ ചേർന്ന് പിണറായിയെ വരവേൽക്കുകയായിരുന്നു. ചുവപ്പ് സേനയുടെ അകമ്പടിയോടെ പിണറായി തുറന്ന വാഹനത്തിൽ വേദിയിലേക്ക് നീങ്ങി. അക്ഷരാർത്ഥത്തിൽ വലിയ ജനക്കൂട്ടം തന്നെയായിരുന്നു ഇതിനെല്ലാം സാക്ഷിയായത്. നിറഞ്ഞ സദസ്സ് എന്ന് തന്നെ പറയാം. മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകളുടെയും യുവാക്കളുടെയും സാന്നിധ്യം വലിയ തോതിൽ ഈ മലപ്പുറത്തെ എല്ലാ സ്വീകരണ വേദിയിലും ശ്രദ്ധിക്കപ്പെട്ടു. ബാർകോഴയും ബാബുവിന്റെ രാജി മുതൽ മതനിരപേക്ഷതയും വികസനം വരെയായിരുന്നു പിണറായിയുടെ ഇന്നത്തെ പ്രസംഗത്തിന്റെ കാതലായി ഉണ്ടായിരുന്നത്. 2ാമത്തെ സ്വീകരണ കേന്ദ്രം തുഞ്ചന്റെ മണ്ണായിരുന്നു. തുഞ്ചന്റെ മണ്ണിലെത്തിയപ്പോൾ ആവേശം 10 മടങ്ങായി. തിരൂർ നൽകിയത് അങ്ങേയറ്റം വീരോചിതമായ
ഒരു വരവേൽപ്പായിരുന്നു എന്ന് തന്നെ പറയാം. തുടർന്ന് പൊന്നാനി മണ്ഡലത്തിന്റെ ഭാഗമായ എരമംഗലത്തായിരുന്നു തുടർന്നുള്ള സ്വീകരണം. സമാപനം തവനൂർ മണ്ഡലത്തിന്റെ ഭാഗമായ എടപ്പാളിലാണ്. അല്പസമയത്തിനകം എടപ്പാളിൽ എത്തിച്ചേരും. ഏതാണ്ട് ജാഥ എടപ്പാളിന് സമീപത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പിണറായി വിജയൻ ആനയിച്ച് വേദിയിലേക്ക് വരും. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്. കലോത്സവത്തിന്റെ പ്രധാന വേദിയായ പുത്തരിക്കണ്ട മൈതാനിയിലെ പീപ്പിൾ സ്റ്റുഡിയോയിലേക്ക്. അല്ല സുരാജ്, ആരാ പറഞ്ഞേ തിരുവനന്തപുരത്തിന് കലയോട് അത്ര വലിയ താല്പര്യമില്ലെന്ന്? ഇന്നിപ്പോ കണ്ടോ? അല്ലല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ ആലോചിക്കണം, കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ഈ കലോത്സവം ആരംഭിച്ചത്. മറ്റു ദിവസങ്ങളിലെല്ലാം എല്ലാവർക്കും തിരക്കായിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർ ഞായറാഴ്ചകൾ ഉത്സവമാക്കുന്ന ആളുകളാണ്. ഇന്ന് പ്രത്യേകിച്ച് കളർഫുൾ ഇനങ്ങളുമാണ്. ശംഖുമുഖത്തേക്കും മ്യൂസിയത്തേക്കും ഒക്കെ പോകുന്ന ആൾക്കാരെല്ലാം കല കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നൃത്തവും മറ്റു കലാപരിപാടികളും എല്ലാം കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പുത്തരിക്കണ്ടം അടക്കമുള്ളിടത്ത് വലിയൊരു ക്രൗഡാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. കാണാം, നമുക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഈ സംഘനൃത്തം നടക്കുന്ന ഈ വേദി പ്രധാന വേദിയായി മാത്രം കാഴ്ചയാണ്. ഇനിയും നല്ല നല്ല പരിപാടികൾ പല വേദികളിൽ നടക്കുന്നുണ്ട്. അവിടെ എല്ലാം നല്ല ക്രൗഡ് തന്നെയാണ് ഇന്ന് ഉള്ളത്. ഏതായാലും ക്രൗഡിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വലിയൊരു വാശിയേറിയ മത്സരം നടക്കുന്നത് ഈ കപ്പിന്റെ കാര്യത്തിൽ തന്നെയാണ്. ചില്ലറ കാര്യമല്ല, 117.5 പവൻ സ്വർണ്ണക്കപ്പാണ്. അതുകൊണ്ട് ഇത്തവണ കപ്പ് ആരടിക്കുമെന്നുള്ളത്. സൗമ്യ, കഴിഞ്ഞ തവണ കോഴിക്കോട് സംഭവിച്ചതുപോലെ ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് എന്ന് തന്നെ പറയാം. കാരണം ഓരോ പോയിന്റ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോഴും ആ രീതിയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഏതായാലും 859 പോയിന്റുമായി കോഴിക്കോട് ഒന്നാമതും പാലക്കാട് 850 പോയിന്റുമായി രണ്ടാമതായി. 9 പോയിന്റിന്റെ വ്യത്യാസം. ഈ ഒരു ഗ്യാപ്പ് അതേപോലെ അങ്ങ് കൊണ്ടുപോവാണ് ഗ്യാപ്പ്. നമുക്കത് വേറെയും കുറഞ്ഞും വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു 3-ാം ദിവസത്തിന് ശേഷം കോഴിക്കോട് പിടിച്ച ഒരു മുന്നേറ്റം മറികടക്കാൻ ഇതുവരെയും പാലക്കാടിന് ആയിട്ടില്ല. അതുകൊണ്ട് കോഴിക്കോടാണോ പാലക്കാടാണോ പക്ഷെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഏതായാലും ഇപ്പോൾ സുരാജിന്റെ നാട്ടിൽ നിന്ന് കാസർഗോഡ് നിന്ന് കുറച്ച് കുട്ടികൾ നമ്മളോട് ഉണ്ട്. കാസർഗോഡ് രാജപുരത്തുള്ള ഹോളി ഫാമിലീസ് അല്ലേ, ഹോളി ഫാമിലി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സംഘനൃത്തം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അവർ നമുക്ക് വേണ്ടി നല്ലൊരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കാൻ പോകണം. തുടങ്ങാല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ. वर्गो देवस्य धीमहि धियो यो न प्रचोदयात्. सूर्यं प्रपञ्चनाथन, सूर्यं प्रणयलोलन, सूर्यं प्रकृतिनाथन, सूर्यं कर्मसाक्षी. सूर्यं 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 प्रलयं प्रलयं महाप्रलयं प्रपञ्चं प्रलयजलത്തിൽ മുങ്ങും കൽപ്പാന്തകാലത്തിനന്ത്യം. ബ്രഹ്മദേവൻ തമോ ഗുണത്താൽ ധ്യാനനിരതനായി പ്രളയമധ്യേ അരക്കെട്ടിൽ നിന്നും അസുരന്മാർ പിറന്നു. തമോ ഗുണം വെടിഞ്ഞപ്പോൾ നിശീധിനിയായി മറ്റൊരു മൂർത്തിയെ ഉൾക്കൊണ്ടു. വദനത്തിൽ നിന്നും ദേവന്മാർ ആ മൂർത്തിയെ വെടിഞ്ഞു പകലായി പ്രകാശമായി. പിതൃക്കളെ നൽകിയ മൂർത്തി സന്ധ്യയായി, മനുഷ്യരെ നൽകിയ മൂർത്തി നിലാവായി. പകലിൻ ദൈവമായി സൂര്യദേവൻ, രാത്രി തൻ അസുരന്മാർ മന്ദേഹന്മാർ. എന്നും മരണവും ജനനവുമുള്ളവർ. സന്ധ്യ തൻ അന്ത്യത്തിൽ അസുരർ ബലവാന്മാർ. യുദ്ധം രാത്രി തൻ അന്ധതയിൽ, ഘോരമാം യുദ്ധം.
രജോ ഗുണമുള്ള മാനവർ കൈക്കുമ്പിളിൽ ജലം കോരിയെടുത്ത് സൂര്യഗായത്രി ജപിക്കുന്നു. മേലോട്ടെറിയുന്ന ഓരോ ജലകണികയും വജ്രായുധങ്ങളായി മാറുന്നു. അസുര നിഗ്രഹം സൂര്യരഥ വിജയം. സൂര്യനെ പ്രണയിച്ച രാജകന്യ, സൂര്യനിൽ പിറന്ന കർണപുത്രൻ. ഒതുക്കാനുമാകാതെ മറയ്ക്കാനുമാകാതെ പരവശയായ മാതാവ്. ഗംഗേവിൻ വിരിമാറിൽ ഒഴുക്കുന്നു ഞാനീ പിഞ്ചു കുഞ്ഞിനെ. കാത്തുകൊള്ളൂ ദേവി ഗംഗേ. ഇടനെഞ്ചു പൊട്ടി കരയുന്നു കുന്തി. അഞ്ചുപേർ പകുത്തൊരു പാഞ്ചാലി, പഞ്ചപാണ്ഡവർ തൻ പത്നി ദ്രൗപദി. സൂര്യനെ തപം ചെയ്ത് അക്ഷയപാത്രം നേടി. അജ്ഞാതമാസകാലം സുഖമായി കഴിഞ്ഞു. മണ്ണിന്റെ മണമേറ്റ തേക്കുപാട്ട് കേട്ട് പകലോൻ പൊട്ടി ഉദിച്ചിടുന്നേ. പകലിന്റെ ചൂടത്ത് ഞാറു നടുന്നേ, വെയിലിന്റെ പ്രഭയിൽ കതിരുമിന്നുന്നേ. പകലോന്റെ പോക്കിൽ തളരുന്നേ, അടിയാന്റെ കുടിലിൽ നോവിന്റെ പാട്ട്. താങ്ക് യു കുട്ടികളെ. ഏതായാലും മനോഹരമായ ഒരു ഡാൻസ് നമ്മൾക്ക് വേണ്ടി കാണിച്ചു തന്നതിന്. ഏതായാലും നമുക്ക് കലോത്സവവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രണ്ടാം വേദിയിൽ നടന്ന നാടൻ പാട്ട് മത്സരം നാടൻ പാട്ടിന്റെ ഒരു എങ്ങനെയാണെന്ന് കണ്ടത്? പൊതുവിൽ ഇത്തവണ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു മത്സര ഇനം കൂടിയാണ് നാടൻ പാട്ട്. ഒരുപക്ഷെ കളർഫുൾ ആണ്, വെറൈറ്റി ആയിട്ടുള്ള പല തീർച്ചയായും പുതിയ സംഭവങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാടൻ പാട്ട് ഇത്തവണ നമ്മുടെ ഗ്രാമീണ പരമ്പരാഗത ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതായിരുന്നു നാടൻ പാട്ട്. റിപ്പോർട്ട് കാണാം. അവസാന ദിവസങ്ങളിലേക്ക് കടന്ന കലോത്സവ വേദിക്ക് താളക്കൊഴുപ്പേകിയാണ് ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരം അരങ്ങേറിയത്. പ്രാചീന വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു അവതരണം. ക്ഷേത്രോത്സവങ്ങളും ഭദ്രകാളി ചരിതവും ഐതിഹ്യ കഥകളുമായിരുന്നു പാട്ടുകളിൽ ഏറെയും. നാടൻ ഈരടികൾക്കൊപ്പം കേൾവിക്കാരെ ഗ്രാമീണതയിലേക്ക് നയിക്കുന്ന ഉച്ചാരണ ശൈലിയും ടീമുകളെ വ്യത്യസ്തമാക്കി. ടീമുകൾ ഗാനങ്ങളുടെ തിരഞ്ഞെടുപ്പിനൊപ്പം അവതരണത്തിലും വ്യത്യസ്തത പുലർത്തി. പുള്ളുവം പാട്ടിന്റെയും ഏർനാടൻ പാട്ടിന്റെയും ചുവട് പിടിച്ചും മത്സരാർത്ഥികൾ അരങ്ങിലെത്തി. കേരളത്തിന്റെ കാർഷിക സംസ്കാരവും സമൃദ്ധിയും വിളിച്ചോതുന്ന കൊയ്ത്തുപാട്ടുകളും വേദിയിൽ ശ്രദ്ധേയമായി. നഷ്ടപ്പെട്ടു പോയ ഗ്രാമീണ തനിമയിലേക്ക് ആസ്വാദകരെ തിരികെ എത്തിക്കുന്നവയായിരുന്നു നാടൻപാട്ട് മത്സരത്തിലെ ഓരോ ഗ്രൂപ്പിന്റെയും പ്രകടനം. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം CG ദിൽജിത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വഞ്ചിപ്പാട്ടിനെ സംബന്ധിച്ച്. അപ്പോൾ അതിന് വഞ്ചിപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മറ്റേ സാധനം കേൾക്കണ്ടേ? അപ്പോൾ വഞ്ചിപ്പാട്ട് സജീവമായി മത്സരവേദിയിലെത്തിയ ഒരു കലോത്സവം കൂടിയാണ് ഇത്. വഞ്ചിപ്പാട്ട് വേദിയിൽ നിന്നും ഒരു പുതിയൊരു വാദ്യോപകരണത്തെ, അത് വാദ്യോപകരണം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഒരു താള ഉപകരണത്തെ നമുക്ക് പരിചയപ്പെടാം. വിനിഷ ചെയ്ത റിപ്പോർട്ടിലേക്ക്. യെസ്. ഞാൻ ഇടിയൻ, ഇടിമുട്ടിയെന്നും ഉലക്കയെന്നും ഓമനപ്പേരുണ്ടെനിക്ക്. വാദ്യോപകരണങ്ങളുടെ യൂണിയനിലൊന്നും മെമ്പർഷിപ്പില്ലെങ്കിലും അല്പം അഹങ്കാരത്തോടെ തന്നെ ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം.
കാരണം എൻ്റെ സഹായമില്ലാതെ ഒരു വഞ്ചിപ്പാട്ട് പാടാൻ നിങ്ങൾ പാടുപെടും. ഉയർന്നു കേൾക്കുന്ന വായ്ത്താരിക്കിടയിൽ എൻ്റെ താളമുണ്ടെങ്കിലേ പാട്ട് വഞ്ചിപ്പാട്ടാകൂ. വഞ്ചിപ്പാട്ടിന് വേറെ വാദ്യോപകരണങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരു ഇടിമുട്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് വഞ്ചിപ്പാട്ട് പാടുന്ന താളത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു. ഇന്നിവിടെ അനന്തപുരിയിൽ താളമിടുമ്പോൾ വലിയ സന്തോഷമുണ്ടെനിക്ക്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർത്താണ്ഡവർമ്മ രാജാവിനൊപ്പം വഞ്ചിയിലിരുന്ന് രാമപുരത്ത് വാര്യർ പാടിയ പാട്ടുകൾ അനന്തരം വഞ്ചിപ്പാട്ടായി അറിയപ്പെടുകയായിരുന്നു. ആറന്മുളയോ കുട്ടനാടോ മറ്റേതെങ്കിലും ശൈലിയായാലും കുട്ടിക്കൈപ്പിടിയിൽ നിലത്ത് താളമിടുമ്പോൾ വേദനിക്കാറുണ്ട് എനിക്ക്. എന്നാലും ഞാനത് സഹിക്കും. കാരണം വഞ്ചിപ്പാട്ടില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ വഞ്ചിപ്പാട്ടുമില്ല. കലോത്സവത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ക്യാമറയുമായി എന്നെ തിരഞ്ഞു വന്ന വിനേഷ് നേതാജിക്കും വിനിഷ വൃന്ദാവനുമൊപ്പം വഞ്ചിപ്പാട്ടുകളുടെ സ്വന്തം ഇടിയൻ. വഞ്ചിപ്പാട്ട് എന്തായാലും നല്ല ആവേശകരമായ മത്സരമായിരുന്നു ഇത്തവണയും, അല്ലേ? തീർച്ചയായും പെൺകുട്ടികളൊക്കെ ആവേശത്തോടുകൂടി വഞ്ചി തുഴയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇനിയിപ്പോൾ സ്വർണ്ണക്കപ്പിനായുള്ള കാത്തിരിപ്പാണ്. ആരായിരിക്കും നേടുക എന്നൊക്കെ അറിയാൻ ഏകദേശം ഒരു ധാരണയായി എന്ന് തന്നെ പറയാം. കാത്തിരിപ്പാണ്. ആ ഫോട്ടോ ഫിനിഷിംഗ് നാളെ ഉച്ചയോടുകൂടി അതിന്റെ ഏകദേശം രൂപം, ഇപ്പം ഇന്ന് തന്നെ മത്സരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുറച്ച് മത്സരങ്ങൾ കൂടി മാത്രമേ നാളെ പകൽ ഉച്ചവരെ നടക്കാനുള്ളൂ. എന്നാൽ ഇന്നത്തോടുകൂടി എല്ലാം തീരുമാനമാകും. ഏതായാലും മനോഹരമായ ഈ രാത്രിയുടെ വിശേഷങ്ങളുമായി അല്പസമയത്തിനകം വീണ്ടും കാണും. തൽക്കാലം നമസ്കാരം.